നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്താണ് യെസ് പറയുന്നത്? ഈ സിനിമ ചെയ്യാനാണ്. ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ക്യാരക്ടർ അത്രയും മൂവി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരു നാട്ടുപുറം അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരു വലിയ വീട്ടുകാർക്കൊന്നും വലിയ മോഹമില്ലാത്തത് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അതായത് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല, തമാശ പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു നേരത്തെ പറഞ്ഞ ഈ കളിയിലെടുത്ത കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. നിവിൻ നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ആക്ടറിനെ വേറെ ലെവൽ ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ എന്നെ ട്രോളാൻ ഞാൻ മതി എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവർ കളിയാക്കുന്നതിൽ സർക്കാർക്ക് അങ്ങനെ ഒരു ഇത് പ്രതിഷേധം പോലെ ആയിരുന്നോ? വേറെ ആരും വേണ്ട, എന്നെ ട്രോളാൻ ഞാൻ മതി അങ്ങനെ ഇതാവും. ഇതെല്ലാം വിനീതിന്റെ ഐഡിയ ആണ്. എൻ്റെ ഒരു പങ്കുമില്ലാത്തില്ല. വിനീത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഫേസ് ചെയ്യാനുള്ളത്. നമ്മൾ ഒളിച്ചോടിയൊരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു വിനീതിനാണെങ്കിൽ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിന്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ അത് ചെയ്തതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. ഇതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ല മുതുക്ക അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിവിനായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? നിവിനായിട്ടും ഈ ടീമിൽ വർക്കിംഗ് ഉള്ള എക്സ്പീരിയൻസ് ഒരുപാട്. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇതുപോലെയാണ്. നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ പഠനത്തെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണസ്വാമിയിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു പൂവാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഐഡിയ നേടിയ ഒരാളാണ് നിവിനായിട്ട് ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളിൽ വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടന്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്നും ജസ്റ്റ് ഒന്ന് പറയുകയും ചെയ്യാം. അല്ല, അത് ഞാൻ കഥ ആദ്യമായിട്ട് കഥ കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ഇത് ഇങ്ങനെ അഡ്രസ് ചെയ്താൽ അത് പ്രഷർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇങ്ങനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും എനിക്കിത് ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാളെന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതനെ ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് നമുക്ക് മലയാളി സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ഡിജോ എന്ന ഡയറക്ടറിൽ സിനിമയായാലും ശരി, ജനങ്ങൾ തന്നെ സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന കഥയായിരിക്കും എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ ഇന്ത്യ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്.
അല്ല ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. പൃഥ്വിയുടെ 32 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒരു പറയുന്നുണ്ട് ഓഡിയൻസിന് എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ് ഡയലോഗ് പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും മാസ് ഡയലോഗ് പ്രതീക്ഷിക്കാമോ? ജനഗണമനയിലെ കണ്ടതുപോലെ ഇല്ല അത് ഞാൻ ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ ഏൽക്കില്ല എന്നാ പറഞ്ഞു. അല്ലാതെ പറഞ്ഞല്ലോ മാസമെല്ലാം കുത്തിയിലായിരുന്നു അല്ല ഇത് അതാണ് പറഞ്ഞത്. സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ ഒരു ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റ് വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഭയന്ന് മാരകമായിട്ടുള്ള സിനിമസ് ലൈഫ് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താവുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ കൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ ടൂർ പോയേക്കും. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആണ് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഡിജോ വിടുന്നത്. കാരണം അപ്പോൾ എൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുന്നത് ഓൾറെഡി പോകുമല്ലോ. ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാലെല്ലാം കുഴപ്പമിരിക്കുന്നു. ഇല്ല 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇപ്പം നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള വാർഷിക പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചാൽ. അല്ലെങ്കിൽ ഇന്ന് മിനിഞ്ഞാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് നാളെ കഴിഞ്ഞപ്പോൾ ഞാനും കാണത്തില്ല.